നമ്മ ഓരോ വർക്കുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബാക്കപ്പ് സെറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാം? നമ്മളല്ല, ഇവിടെ എല്ലാ കാറ്ററിംഗുകാരും ബാക്കപ്പ് സെറ്റ് ചെയ്യുന്നുണ്ടാവും. ചില എക്സ്പീരിയൻസ്ഡ് ആയുള്ള എല്ലാ കാറ്ററിംഗുകാരും ബാക്കപ്പ് സെറ്റ് ചെയ്യുന്നുണ്ടാവും. വളരെ അപൂർവം സ്റ്റാർട്ടേഴ്സിന് മാത്രം അതിനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ടാവില്ല. ഈ കപ്പാസിറ്റി ഉള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതൊരു കാറ്ററിംഗുകാരും ബാക്കപ്പ് സെറ്റ് ആക്കും. കാരണം അതിന് പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്കാക്കുന്ന അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20% ബാക്കപ്പ് കണക്കാക്കും. അതിപ്പോ ഒരു കല്യാണം വെഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2000 പേരെ പരിപാടി നമ്മൾ ഏൽപ്പിച്ച് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിക്കൊണ്ട് ഹ്യൂജ് ഓഫ് വരുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, റേറ്റ് അവർക്ക് തിരിച്ചു കൊടുക്കണം. പക്ഷെ നമുക്കത് കൊടുക്കാനുള്ള തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കപ്പിൽ നിന്നുള്ളൊരു ഓപ്ഷനിലേക്ക് തന്നെ കടന്നത്. ആ ബാക്കപ്പിന്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എങ്കിൽ മാത്രം അതിന് പേയ്മെന്റ് ഈടാക്കിയാൽ മതി. കസ്റ്റമർക്ക് അതുകൊണ്ട് ഫിനാൻഷ്യലി പ്രോഫിറ്റ് ആണ്. സാധനം പ്രിപ്പയർ ചെയ്യണ്ട, വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ചിലവുള്ളൂ. അവിടെ കസ്റ്റമർക്ക് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി പ്രോഫിറ്റ് അറ്റ് എ ടൈം തന്നെ ആളുകൾ മേ ബി കൂടിയാൽ അവർക്ക് മാനക്കേടാവുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നില്ല. ആളുകൾ കൂടിക്കഴിഞ്ഞാലും അത് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്.